Hello, good morning. Today we are dealing with large sample test. In the previous class we have discussed in detail about a large sample test and a small sample test, also the difference between them, and we have came across the different types of tests we use in each cases. Today we are going to discuss about Z-test. Z-test is a statistical procedure used to test an alternative hypothesis against a null hypothesis. നമുക്ക് അറിയാം Z-test നമ്മൾ യൂസ് ചെയ്യുന്നത് Z-test T-test ഒക്കെ യൂസ് ചെയ്യുന്നത് നൾ ഹൈപ്പോത്തസിസിനും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Z-test എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക n ലാർജ് ആവുന്ന കേസിലാണ്. n ലാർജ് ആവാന്ന് വെച്ചാൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ആവണം. അതേപോലെ വേരിയൻസ് നോൺ ആയിട്ടുള്ള കേസിലുമാണ് നമ്മൾ Z-test യൂസ് ചെയ്യുക. ഓൾസോ ദ Z-test ക്യാൻ ബി യൂസ് ഫോർ കമ്പാരിസൺ of a means of two independent group of samples which is taken from one population with known variance. Also, we know that the null hypothesis is a hypothesis which the researcher tries to disprove or reject, and the alternative hypothesis is what the researcher really thinks it is the cause of phenomena. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് അധികം റിജക്റ്റ് ചെയ്യാനുള്ള ഫോമിലാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക. വെറാസ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നമ്മളെ ഫിനോമിനൻ്റെ കോസ് തന്നെ ആയിരിക്കും റിയലി നമ്മൾ അങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണ് നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ക്യാൻ ഡയറക്റ്റ്ലി ഗോ ടു ദ Z-test ഫോർമുല. The formula for finding the Z-test value is Z equal to x bar minus mu naught by sigma by root n. ഇതിൽ നമുക്കറിയാം എക്സ് ബാർ എന്ന് പറയുന്നത് സാമ്പിൾ മീൻ ആണ്, മ്യൂ നോട്ട് ഇസ് ദി പോപ്പുലേഷൻ മീൻ ആൻഡ് സിഗ്മ ഇസ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ പോപ്പുലേഷൻ. ഓൾസോ ദ n ഇസ് ദി നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഈ Z ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. എന്തിനാണ് നമ്മൾ Z-test ചെയ്യുന്നതെന്ന് വെച്ചാൽ വി നോ ദാറ്റ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസിൻ്റെ വാലിഡിറ്റി എത്ര ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അത് കറക്റ്റാണോ അല്ലേ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോപ്പുലേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളൊരു സാമ്പിൾ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാമ്പിൾ ചൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് റോങ് കൺക്ലൂഷനിലായിരിക്കും നമ്മളെത്താം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പോപ്പുലേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ സാമ്പിൾ ചൂസ് ചെയ്യേണ്ടത്. നമ്മളെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ലാർജ് ആണെങ്കിൽ നമ്മൾ അതേപോലെ ലാർജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഗ്ഗർ സൈസ് ആയിട്ടുള്ള സാമ്പിളിനായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം എപ്പോഴാണ് നമ്മൾ ഈ Z-test യൂസ് ചെയ്യാന്നുള്ളത്. Z-test യൂസ് ചെയ്യാനുള്ള 4 കണ്ടീഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് when samples are drawn at random. Second one, when the samples are taken from population are independent. Third one, when standard deviation is known. And the last one, when the number of observation is large, that is n greater than or equals to 30. അപ്പോൾ 4 കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സാമ്പിൾസ് ഒക്കെ റാൻഡമായിട്ട് ഡ്രോ ചെയ്തതായിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷനിൽ നമ്മളെടുക്കുന്ന സാമ്പിൾസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോൺ ആയിട്ടുള്ള കേസ് ആവണം. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് ടു 30 ആവണം. അപ്പോഴാണ് നമ്മൾ Z-test യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം Z-testൻ്റെ. എ പ്രിൻസിപ്പൽ അറ്റ് എ സ്കൂൾ ക്ലെയിംസ് ദാറ്റ് ദ സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ ആർ എബവ് ആവറേജ് ഇൻ്റലിജൻസ്. ഒരു പ്രിൻസിപ്പൽ ക്ലെയിം ചെയ്യാണ് അവരെ സ്കൂളിലുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എബവ് ആവറേജ് ഇൻ്റലിജൻസ് ഉള്ള കുട്ടികളാണ് എന്നുള്ളത്. അപ്പോൾ എ റാൻഡം സാമ്പിൾ ഓഫ് 30 സ്റ്റുഡൻസ് IQ സ്ക്വയർസ് ഹാവ് എ മീൻ സ്കോർ ഓഫ് 112.5. ഇസ് ദർ സഫിഷ്യൻറ്റ് എവിഡൻസ് ടു സപ്പോർട്ട് ദി പ്രിൻസിപ്പൽസ് ക്ലെയിം. അഡീഷണലായിട്ട് നമുക്ക് തന്ന ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ ദ മീൻ പോപ്പുലേഷൻ IQ ഇസ് 100 വിത്ത് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 15. അപ്പോൾ പോപ്പുലേഷൻ മീൻ IQ തന്നിക്കണ് 100 ആണ്. അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത് 15 ആണ്.
അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസ് എന്താണെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ദ അക്സെപ്റ്റഡ് ഫാക്ട് ഇസ് ദാറ്റ് ദ പോപ്പുലേഷൻ മീൻ ഇസ് 100. നമുക്ക് തന്നിട്ടുണ്ട് ദ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് 100 ആണ്. മീൻ പോപ്പുലേഷൻ IQ എന്ന് പറയുന്നത് 100 ആണെന്ന് തന്നിക്കണ്. അപ്പോൾ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റ് ചെയ്യുക H0 സച്ച് ദാറ്റ് മ്യൂ ഈക്വൽസ് ടു 100 എന്നുള്ളതിലാണ് സെറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് എന്താണെന്നുള്ളത് ആണ് വേണ്ടത്. അപ്പോൾ ദ ക്ലെയിം ഇസ് ദാറ്റ് ദ സ്റ്റുഡൻസ് ഹാവ് എബവ് ആവറേജ് IQ. എബവ് ആവറേജ് IQ ആണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആവറേജ് ആയിട്ട് നമുക്ക് തന്നത് മ്യൂ ഈക്വൽസ് ടു 100 ആണ്. എബവ് ആവറേജ് എന്ന് വെച്ചാൽ മ്യൂ ഗ്രേറ്റർ ദാൻ 100. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1 എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യാം മ്യൂ ഗ്രേറ്റർ ദാൻ 100 എന്നാണ്. തേർഡ് സ്റ്റെപ്പിൽ നമ്മളൊരു വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ മ്യൂ എന്ന് പറയുന്നത് 100 സെൻട്രൽ വാല്യൂസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ നമുക്ക് തന്നിട്ടുള്ള സാമ്പിൾ മീൻ എന്ന് പറയുന്നത് 112.5 ആണ്. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആൽഫ ലെവൽ എന്താണെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കേസിൽ ആൽഫ ലെവൽ എന്താണെന്നുള്ളത് തന്നിട്ടില്ല. അപ്പോൾ ആൽഫ തരാത്ത കേസിൽ നമ്മൾ യൂസ് ചെയ്യുക 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. അപ്പോൾ അതിന് വാല്യൂ 0.05 ആണ്. അപ്പോൾ Z സ്കോർ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരുന്നത് 1.645 ആണ്. പിന്നത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യാം. നമുക്കറിയാം നമ്മളെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈ കേസിൽ Z ടെസ്റ്റ് ആണ്. അപ്പോൾ Z ഈക്വൽ ടു X ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ സിഗ്മ ബൈ √10 ആണ്. അപ്പോൾ ഇതിൽ X ബാർ എന്താണെന്നുള്ളത് നമുക്കറിയാം 112.5 ആണ്. മ്യൂ നോട്ട് നമുക്ക് 100 ആണ്. സിഗ്മ എന്ന് പറയുന്നത് 15 ആണ്. അതേപോലെ N എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ √30 എടുക്കും. അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് Z-ൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത് 4.56 ആണ്. സ്റ്റെപ്പ് 5 നമുക്ക് Z-ൻ്റെ വാല്യൂ ആണ് കിട്ടിയത് 4.56 എന്നുള്ളത്. ഇഫ് ദിസ് 4.56 ഇസ് ഗ്രേറ്റർ ദാൻ ദി ടേബിൾ വാല്യൂ വി റിജക്റ്റ് നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ നമ്മളെ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആകുമ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 4.56 ആണ്. അതേപോലെ ടേബിൾ വാല്യൂ ആയിട്ട് നമുക്ക് വരുന്നത് 1.645 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂവിനേക്കാളും വലുതാണ്. അപ്പോൾ നമ്മൾ ഈ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും. നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് H0 മ്യൂ ഈക്വൽസ് ടു 100 എന്നുള്ളതാണ്. അത് നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ വി ക്യാൻ നമുക്ക് നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യാം. അതേപോലെ പ്രിൻസിപ്പലിൻ്റെ ക്ലെയിം ശരിയാണെന്നും പറയാം. നെക്സ്റ്റ് നമുക്ക് Z ടെസ്റ്റ് ഫോർ 2 സാമ്പിൾസ് എന്താണെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് 2 നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഡാറ്റ വേണം. അതേപോലെ പോപ്പുലേഷൻസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഓൾസോ സിഗ്മ എന്ന് പറയുന്നത് നോൺ ആയിരിക്കണം. ഈ 3 കണ്ടീഷൻസ് വേണം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് Z ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് Z ഈക്വൽ ടു X1 ബാർ മൈനസ് X2 ബാർ മൈനസ് µ1 മൈനസ് µ2 ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ N1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ N2 വേർ X1 ബാർ ആൻഡ് X2 ബാർ എന്ന് പറയുന്നത് 2 സാമ്പിൾ മീൻസ് ആണ്. അതേപോലെ µ1 µ2 എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീനാണ്. അപ്പോൾ µ1 മൈനസ് µ2 എന്ന് പറയുന്നത് അത് പോപ്പുലേഷൻ മീൻസിൻ്റെ ഹൈപ്പോത്തൈസ്ഡ് ഡിഫറൻസിനെയാണ് നമ്മൾ µ1 മൈനസ് µ2 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ സിഗ്മ 1ഉം സിഗ്മ 2 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ആ 2 പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയി വരുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അതേപോലെ N1 ആൻഡ് N2 എന്ന് പറയുന്നത് 2 സാമ്പിളിൻ്റെ സൈസസിനെയാണ് നമ്മൾ N1 N2 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 2 സാമ്പിൾ ടെസ്റ്റിൽ Z ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോഴുള്ള ഫോർമുല എന്ന് പറയുന്നത് X1 ബാർ മൈനസ് X2 ബാർ മൈനസ് µ1 മൈനസ് µ2 ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ N1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ N2. ഓക്കെ, ഇതിൽ സിഗ്മ 1ഉം സിഗ്മ 2 ഒക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും µ1 µ2 എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീനും X1 ബാർ X2 ബാർ എന്ന് പറയുന്നത് സാമ്പിൾ മീൻസും ആണ്. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. The amount of a certain trace element in blood is known to vary with a standard deviation of 14.1 ppm for male
blood donors and 9.5 ppm for female donors. Random sample of 75 male and 50 female donors yield concentration mean of 28 and 33 ppm respectively. What is the likelihood that the population mean of concentration of the elements are same for men and women? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ബ്ലഡിലുള്ള പി പി എമ്മിൻ്റെ ബ്ലഡ് ഡോണേഴ്സിൽ ഉള്ള പി പി എമ്മിൻ്റെ വേരിയേഷനാണ്. അപ്പോൾ മെയിലിൻ്റെ കേസിലാണെങ്കിൽ 14.1 ഫീമെയിലിൻ്റെ കേസിലാണെങ്കിൽ 9.5 ppm ആണ്. അപ്പോൾ നമ്മൾ അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് റാൻഡം സാമ്പിൾസ് എടുത്തത് 75 ഫോർ മെയിലും 50 ഫോർ ഫീമെയിലും ആണ്. പിന്നെ സാമ്പിൾ മീൻസ് ആയിട്ട് വരുന്നത് 28 33 ആണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ലൈക്ലിഹുഡ് ദാറ്റ് ദ പോപ്പുലേഷൻ മീൻ ഓഫ് കോൺസെൻട്രേഷൻ മെന്നിൻ്റെയും ഫീമെയിലിൻ്റെയും സെയിം ആണോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തസിസ് എന്താണെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യുക. തേർഡ് വന്ന് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്നുള്ളത് പോകും. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് നമുക്കറിയാം H0 സച്ച് ദാറ്റ് μ1 = μ2 ആണ്. കാരണം നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എലമെൻറ്റ് എന്ന് പറയുന്നത് സെയിം ആണോ എന്നാണ്, മെന്നിനും ഫീമെയിലിനും സെയിം ആണോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ H0നെ μ1 = μ2 എന്ന് എഴുതാം, അല്ലെങ്കിൽ μ1 - μ2 = 0 എന്ന് എഴുതാം. അപ്പോൾ രണ്ട് കേസിലും അതിന് എതിരായിട്ട് വരുന്ന ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് H1 സച്ച് ദാറ്റ് μ1 ≠ μ2 അല്ലെങ്കിൽ H1 സച്ച് ദാറ്റ് μ1 - μ2 ≠ 0 എന്നാണ്. എന്നിട്ട് നമ്മളെ സാമ്പിൾ 2 സാമ്പിളിൻ്റെ കേസിലുള്ള Z ടെസ്റ്റിൻ്റെ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ വരുന്നതെന്ന് വെച്ചാൽ Z = 28 - 33 ഡിവൈഡഡ് ബൈ √14.1² + 9.5² / 50. അപ്പോൾ നമ്മൾ വാല്യൂ വരുന്നത് -2.37 ആണ്. അപ്പോൾ ഇസെറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് -2.37 എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ x1ഉം x2 എന്നും പറയുന്നത് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തതാണ്. അങ്ങനെയാണ് 28ഉം 33ഉം ആയത്. ഇനി വേണമെങ്കിൽ നമുക്ക് x1 33 ആയിട്ടും x2 എന്ന് പറയുന്നത് 28 ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വാല്യൂ എന്ന് പറയുന്നത് 2.37 ആയിരിക്കും. അപ്പോൾ നമുക്ക് 2.37 കൺസിഡർ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ആൽഫ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആൽഫ തന്നിട്ടില്ലാത്ത കേസിൽ നമ്മൾ 5% ലെവൽ ഓഫ് ആൽഫ സിഗ്നിഫിക്കൻസ് ആണ് എടുക്കുക. അപ്പോൾ 5% Z ടെസ്റ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.654 ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂയും കമ്പയർ ചെയ്യാണ് വേണ്ടി. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും, നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ വരുന്നത് 2.37 ആണ്. അതേപോലെ ടേബിൾ വാല്യൂ വരുന്നത് 1.654 ആണ്. അപ്പോൾ 2.37 എന്ന് പറയുന്നത് 1.654നേക്കാളും കൂടുതലാണ്. അപ്പോൾ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ 1 സാമ്പിൾ ടെസ്റ്റും 2 സാമ്പിൾ ടെസ്റ്റും എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്ത് Z ടെസ്റ്റിൻ്റെ കേസിൽ.